നോടേ മനസ്സിലായി. എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നത്? കല്യാണി മോളെ ഇപ്പോഴും പ്രകാശൻ ആശുപത്രിയിലാണെങ്കിൽ അവിടുത്തെ ബില്ലൊക്കെ ഞാൻ കെട്ടിയല്ലോ. അത്യാവശ്യം ചെലവിനുള്ള പൈസയും തന്നു. പിന്നത്തെ കുഴപ്പം അവിടെ നിന്ന് പുറത്തു വന്നാലും ജീവിക്കണ്ടേ മോളെ? ഇവിടെയോ മോന്റെ കമ്പനിയിൽ ഒരു ജോലി തന്നാ നന്നായിരുന്നു. അത്യാവശ്യം പണം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ തന്ന് സഹായിക്കാം. പക്ഷേ ജോലിയൊന്നും തരാൻ പറ്റില്ല. അങ്ങനെ പറയരുത് മോനെ. പ്രകാശനിന് കുറച്ച് നാളത്തേക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോ അസുഖം മാറിയാലും ഭാരിച്ച പണിയൊന്നും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവൻ ഏതെങ്കിലും കടയിൽ സാധനം എടുത്തു കൊടുക്കാനോ മറ്റോ നിൽക്കാനേ പറ്റൂ. അതുവരെ അവന് മരുന്ന് മറ്റും വാങ്ങിക്കണ്ടേ, 2 വയറ് കഴിയണ്ടേ. അവന് എവിടെയെങ്കിലും പണിക്ക് പോയേ പറ്റൂ. പണിക്കാരിയായിട്ടല്ലല്ലോ, വീട്ടുകാരിയായിട്ട് തന്നെ നിൽക്കാറുണ്ടല്ലോ. അത് കളഞ്ഞു വിളിച്ചത് നിങ്ങൾ തന്നെയല്ലേ? പറ്റിപ്പോയി മോളെ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മയുടെ ജോലിക്ക് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്റെ മോളും വരുമോനും അതിനെ സമ്മതിച്ചാലും അവർക്കൊപ്പം ഞാൻ നിൽക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ നാട് നീളെ പാടി നടക്കും. അതും പോട്ടെ, എന്റെ മോളുടെയും മരുമോന്റെയും ശത്രുക്കളെ നിങ്ങൾ ഇവിടേക്ക് വരുത്തും. അവർക്ക് വാതിൽ തുറന്നിട്ട് കൊടുക്കും. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ ഞാൻ സമ്മതിക്കില്ല. നീ തന്നെയാണോ ഈ പറയുന്നത്? അതെ, ഞാൻ തന്നെ. ഇപ്പൊ തന്നെ എന്റെ മോൾ ആശുപത്രിയിലേക്ക് വന്നല്ലോ. വേണ്ട സഹായം ഒക്കെ ചെയ്തില്ലേ? ഇനിയും അതൊക്കെ ഇവരുടെ 2 ആളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവും. പക്ഷെ നിങ്ങളെയും നിങ്ങളുടെ മോനെയും ഞാൻ പ്രസവിച്ച